എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ. ദുരിതം നിറയും ആരുവിലെ വാസത്താൽ, ദുരിതം നിറയും ആരുവിലെ വാസത്താൽ, എനിക്ക് കൃപ മതിയേ പ്രിയനെ, എനിക്കു നിൻ കൃപ മതിയേ, എനിക്കു നിൻ കൃപ മതിയേ എൻ പ്രിയ, എനിക്കു നിൻ കൃപ മതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നാം പ്രാരംഭമായി കേൾക്കുവാൻ ഇടയായി തീർന്നത് നയമാന്റെ കാര്യമാണ്. നയമാൻ കുഷ്ഠരോഗിയാണ്, ജാതിയായ ഒരു മനുഷ്യനാണ്. ഇന്നത്തെ സിറിയ എന്ന് പറയുന്ന അരാമിൽ ജീവിച്ചിരുന്ന അന്നത്തെ രാജാവിൻ്റെ സർവ്വ സൈന്യാധിപനാണ്. ചെല്ലുന്നിടത്തൊക്കെയും യുദ്ധത്തിൽ അവൻ ജയം നേടുന്നു. രാജാവ് അവനെ മാനിക്കുന്നു, എല്ലാവരും അവനെ ഭയപ്പെടുന്നു. എന്നാൽ അവന് ഒരു രഹസ്യമുണ്ട്, അല്ലെങ്കിൽ അവന് ഒരു സങ്കടമുണ്ട്. അത് അവൻ്റെ രോഗമാണ്, അത് കുഷ്ഠരോഗമാണ്. എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ അവൻ ആ ദുഃഖം അവനിൽ കൊണ്ടു നടക്കുകയാണ്. ആ സമയത്താണ് അവൻ യുദ്ധത്തിൽ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന ഒരു പെൺകുട്ടി തൻ്റെ വീട്ടിൽ വേലക്കാരിയായിട്ട് ജീവിക്കുകയാണ്. ഈ വേലക്കാരി നയമാന്റെ ഭാര്യയോട് പ്രകാരം പറഞ്ഞു, എൻ്റെ യജമാനന് കുഷ്ഠമാണല്ലോ. ശമരിയിൽ ഒരു പ്രവാചകനുണ്ട്, ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ട്. അവിടെ ചെന്ന് ചേർന്നിരുന്നെങ്കിൽ യജമാനന്റെ കുഷ്ഠം ആ പ്രവാചകൻ മാറ്റി കൊടുക്കുമായിരുന്നു. പെൺകുട്ടി പറഞ്ഞ കാര്യം നയമാന്റെ ഭാര്യ നയമാനോട് പറഞ്ഞു. നയമാൻ അത് കേട്ട മാത്രയിൽ തൻ്റെ രാജാവിനോട് ചെന്ന് പറഞ്ഞു. രാജാവ് ഇസ്രായേൽ രാജാവിന് ഒരു എഴുത്ത് കൊടുത്തു. ഈ വരുന്ന നയമാൻ എൻ്റെ സർവ്വ സൈന്യാധിപനാണ്, ഇവന് കുഷ്ഠരോഗമാണ്, ഈ കുഷ്ഠരോഗം ഒന്ന് മാറ്റിക്കൊടുക്കണം. പരിവാരവുമായിട്ടാണ് നയമാൻ വന്നിരിക്കുന്നത്. രാജാവ് വിചാരിച്ചു എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കിയിരിക്കുക. കാരണം കുഷ്ഠരോഗം എന്ന് പറയുന്നത് മരണത്തിന് തുല്യമാണ്. അത്രയും ശരീരഭാഗം, കൈക്ക് കുഷ്ഠം എന്ന് പറഞ്ഞാൽ കൈ മരിച്ചു എന്നാണ്. പിന്നെ അവിടെ സ്പർശിക്കുന്നതോ ദ്രവിക്കുന്നതോ തകരുന്നതോ അതിന് നന്മ വരുന്നതോ ഒന്നും ആളറിയുന്നില്ല. കാരണം അത് മരിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ, അല്ലെങ്കിൽ ശരീരഭാഗം മരിച്ചിരിക്കുന്ന ആ മനുഷ്യനെ ജീവിപ്പിച്ചു കൊടുക്കാൻ ഞാൻ ദൈവമാണോ? ഇതിനാൽ അവൻ വഴക്കിന് കാര്യം അന്വേഷിക്കുമല്ലേ. അവൻ തൻ്റെ വസ്ത്രം അങ്ങ് വലിച്ചു കീറി ദൈവസന്നിധിയിൽ അവൻ്റെ സങ്കടം പറയുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് തിരിച്ച് തൻ്റെ രാജ്യത്തിലേക്ക് പോരേണ്ടതാണ്. ആയുഷ്കാലം മുഴുവനും കുഷ്ഠരോഗിയായിട്ട് ജീവിച്ച് മരിക്കേണ്ടതാണ്. ഇതാണ് നമ്മളോട് കർത്താവിൻ്റെ വചനം പറയുന്നത്. നിങ്ങൾ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഒഴുകിപ്പോകും. കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളണം. എന്താ നയമാൻ കേട്ടെ? നയമാൻ കേട്ടത് രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനാണോ? അടുത്ത അയൽപക്കത്തെ രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാനാണോ? പെൺകുട്ടി സ്പഷ്ടമായിട്ട് പറഞ്ഞതാ. ശമരിയിലെ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ അടുത്ത് ചെന്നിരുന്നെങ്കിൽ ഈ കുഷ്ഠരോഗം മാറ്റി കൊടുക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇതല്ല, വഴി വേറെയാണ്.
ഭാഗ്യവശാൽ ദൈവം മുൻകണ്ടിട്ടുള്ളവനാണ്. അതുകൊണ്ട് ഈ വിവരം ഇങ്ങനെ രാജാവിൻ്റെ അടുക്കൽ അരാമിലെ രാജാവ് ഒരു നയമാനം പറഞ്ഞു വിട്ടതും ഈ വാർത്ത കേട്ടപ്പോൾ ഇസ്രായേൽ രാജാവ് വസ്ത്രം കീറിയതും എല്ലാം എലീശ പ്രവാചകൻ അറിഞ്ഞു. പ്രവാചകൻ ഒരാളെ പറഞ്ഞു വിട്ടു രാജാവിൻ്റെ അടുക്കൽ. രാജാവിനോട് പറഞ്ഞു, നീ വസ്ത്രം കീറി കളഞ്ഞത് എന്തിനാണ്? നീ അവനെ എൻ്റെ അടുക്കൽ പറഞ്ഞു വിട്. ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടെന്ന് വെളിപ്പെടാൻ പോവാ. ഉടനെ തന്നെ ഭാഗ്യവശാൽ എന്നുള്ളത് നമ്മൾ പിന്നെയും പറയണം. കാരണം തിരിച്ചു പോകാതെ ദൈവം കാത്തു. അവനെ പ്രവാചകന്റെ അടുക്കിലേക്ക് പറഞ്ഞു വിട്ടു. പ്രവാചകന്റെ അടുക്കൽ വന്ന് അവന് സൗഖ്യമായിപ്പോയി. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, നമ്മൾ അവരെ പോലെ നാം ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു. നാം കേട്ടത് എന്തെന്ന് ശ്രദ്ധയോടെ കരുതി അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് അതിൻ പ്രകാരം തന്നെ പ്രവർത്തിച്ച് നിന്നില്ല എങ്കിൽ അത് നമുക്ക് ഉപകാരമായി വരികയില്ല. നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയില്ല. നമുക്ക് കാര്യം സാധിക്കുകയില്ല. നമ്മുടെ ഉദ്ദേശം ലക്ഷ്യത്തിലെത്തുകയില്ല. ഇന്ന് കർത്താവ് നമുക്ക് തന്ന ആലോചന പ്രകാരം ഇതാ കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതാം. ആരാണ് പറഞ്ഞത്? നീയോ ഇന്നവരോട് പ്രാപിച്ചു എന്ന് ഓർക്കണം എന്നാണ് വചനം. രണ്ടാമത്തത്, ആദ്യം മുതൽ കേട്ടത് നിന്നിൽ വസിക്കണം, എന്നാൽ നീ പിതാവിലും പുത്രനിലും വസിക്കും. അപ്പോൾ നീ ആരോടാണ് പ്രാപിച്ചതെന്ന് ഓർക്കണം, എന്താണ് പ്രാപിച്ചതെന്ന് ഓർക്കണം. നിന്റെ ഓട്ടവും ഈ അധ്വാനവും എന്തിനു വേണ്ടിയെന്ന് നീ ചിന്തിച്ചു കൊള്ളണം. എന്ത് ലക്ഷ്യത്തിനാണ് നീ പോകുന്നതെന്ന് ചിന്തിച്ചു കൊള്ളണം. ഈ 3 കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധയോടെ ചിന്തയിലുണ്ടാകണം. അങ്ങനെയെങ്കിൽ ലക്ഷ്യത്തിലെത്തും. ഇല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തുകയില്ല. നയമാൻ കാര്യസാധ്യതയോടുകൂടി കുഷ്ഠരോഗം മാറിയവനായി ഭവനത്തിലേക്ക് മടങ്ങി. ഒരു പെൺകുട്ടിയുടെ സാക്ഷ്യം, ദൈവം അവളിൽ കൂടി പറഞ്ഞ സാക്ഷ്യം, നയമാൻ പോയത്, ചെന്ന് സൗഖ്യമായത്, മടങ്ങി വന്നത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധയോടെ നാം എന്ത് കേട്ടുവോ, ആകയാൽ നീ കേൾക്കുകയും പ്രാപിക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് മനസ്സാന്തരപ്പെടാനാണ്. എന്താണ് കേട്ടത്? എങ്ങനെയാണ് കേട്ടത്? ആരിൽ നിന്നാണ് കേട്ടത്? അതുകൊണ്ട് എന്താണ് ലക്ഷ്യം? ഇത് വ്യക്തമായി നമ്മുടെ ഓരോ പ്രവൃത്തിയിലും ഓരോ ചിന്തയിലും ഓരോ വാക്കിലും ഉണ്ടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയം നാം ആ ലക്ഷ്യത്തിലെത്തും. നമ്മുടെ ആഗ്രഹം നാം പ്രാപിച്ചെടുക്കുകയും ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.